ഹലോ മച്ചാമ്പരം, നമ്മളിന്ന് ഒരു കുഴിമന്തി കഴിക്കാൻ വേണ്ടി തുർക്കിഷ് മന്തി കഴിക്കാൻ വേണ്ടി പോയാട്ടോ. തുർക്കിഷ് മന്തി കഴിക്കാൻ വേണ്ടി തുർക്കിഷ് ഹോട്ടലിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ആൾ വന്ന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് നമ്മളവിടുത്തെ മെനു കാർഡൊക്കെ എടുത്ത് നോക്കുവാണ്. ചുമ്മാ ഒന്നും അറിയാൻ മേല, എന്നാലും ചുമ്മാ നോക്കുക കേട്ടോ. അപ്പോൾ നോക്കി, അവരും നോക്കി. നമ്മുടെ കൂട്ടത്തിലുള്ള ചെറുക്കനാണ്, കടയിൽ നിൽക്കാനാണ്. അവൻ നോക്കുന്നുണ്ട്, അവനോരോ പേരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സാധനം ഓർഡർ ചെയ്ത് ഐറ്റം വന്നു കേട്ടോ. നമ്മൾ തുർക്കിഷ് മന്തിയാണ് പറഞ്ഞ, ചിക്കൻ്റെ അൽഫാമാണ്. സലാഡൊക്കെ കൊള്ളാൻ കേട്ടോ, സലാഡൊക്കെ സൂപ്പർ സലാഡൊക്കെയാണ് വന്നേക്കുന്നത്. ചോറ്, സലാഡ് എല്ലാം കൊണ്ട് വെച്ച് ചെറിയൊരു ഡാൾ കറിയൊക്കെ ഉണ്ട്. കിഴങ്ങ് കറി കേട്ടോ, ഡാളല്ല, സോറി. പിന്നെ 2 പെപ്സി ഓർഡർ ചെയ്ത്. അപ്പോൾ അങ്ങനെ പതുക്കെ ഞാനിങ്ങനെ ചോറൊക്കെ എടുത്തുനിന്ന് വായി വെച്ച് നോക്കി. കുഴപ്പമില്ല. ഞങ്ങളെപ്പോഴും ഈ അഫ്ഗാനിൻ്റെ ഹോട്ടലിലാണ് പോകുന്നത്. ഇന്ന് ഞങ്ങൾ തുർക്കി ഹോട്ടലിൽ പോയതാണ്. എങ്ങനെയുണ്ടെന്ന് അറിയാമോ? തുർക്കി ഞാൻ കഴിച്ചിട്ടുണ്ട്, എന്നാലും നമ്മുടെ ചെറുക്കൻ പുതിയതായിട്ട് വന്നേനെ. അപ്പോൾ അവനങ്ങനെ തുർക്കി ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞാൽ അവനായിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ കഴിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിൽ നമ്മൾ ചോറൊക്കെ പതുക്കെ കുടഞ്ഞിട്ട് ചിക്കനൊക്കെ പീസാക്കി കഴിക്കാനുള്ള പ്ലാൻ തുടങ്ങുവാണ്. ഇതിലൊരു കോമഡി ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിച്ചത് ഇപ്പം എടുക്കുന്ന സാധനം കണ്ട നമ്മളെന്തായിരിക്കുമോ ചിന്തിക്കുന്നത് എല്ലാവരും. സംഭവം ഉപ്പാണെന്ന് പറഞ്ഞെടുത്ത് ഇട്ടതാ. സംഭവം പഞ്ചസാര ആയിപ്പോയി. പഞ്ചസാര കൊണ്ടുവച്ചു ഉപ്പിന് പകരം. പണി പാളിപ്പോയി. ഞാൻ ചോറിലും വാരിയിട്ട് ആപ്പാടെ ഇടങ്ങാറായി കേട്ടോ. ചോറിനിച്ച് ഉപ്പ് കുറവ് പോലെ തോന്നി. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് തന്നെ, പക്ഷെ അവന് മാറിപ്പോയി സംഭവം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ നമ്മുടെ ആ വെയിറ്റർ വന്ന് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ്, അപ്പോൾ അവൻ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വേറെ ചോറ് മേടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ വെയിറ്റർ വന്ന് ഞാൻ ചോറ് പറഞ്ഞു. അവൻ ചോറ് വേറെ കൊണ്ട് തന്നു കേട്ടാ. അവൻ പറഞ്ഞ മൊത്തത്തിൽ മാറ്റണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വേണ്ട, കുഴപ്പമില്ല, നമ്മൾ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അവന് തെറ്റിപ്പോയതാണ് പാപം. എന്നിട്ട് അവൻ പിന്നെ 2ാമതേ ഉപ്പ് കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. അതാണ് ഉപ്പിൻ്റെ കുപ്പി. അവന് മാറിപ്പോയതാണ്. തിരക്കുള്ളതുകൊണ്ട് അവന് മാറിപ്പോയതായിരിക്കും. ഇത് ഉപ്പാണെന്ന് തന്നെ നോക്കുന്നുണ്ട്, അവൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഉപ്പാണ്, കഴിച്ചോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കൊള്ളാം കേട്ടോ, തുർക്കിഷ് മന്തി കൊള്ളാം. അൽഫാം മന്തി, തുർക്കിഷ് അൽഫാം മന്തി ആട്ടോ കഴിച്ചത്. കൊള്ളാം. ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. അവന് പിന്നെ വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു, നന്നായിട്ട് കഴിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ആഴ്ച ഒരു ദിവസം ഞങ്ങൾ പുറത്ത് പോകും. ഇങ്ങനെ ആഴ്ച ഒരു ദിവസം ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കും. ബാക്കി എല്ലാ ദിവസം ഞങ്ങൾ മീൻ കടയല്ലേ, മീൻ തന്നെ ആയിരിക്കും കൂടുതലും കഴിക്കണം. മീൻ കറിയും ചോറും ഒക്കെ തന്നെ നമ്മൾ വെച്ച് തന്നെ കഴിക്കും കേട്ടോ. പിന്നെ റൊട്ടി ഉണ്ട് കേട്ടോ, തുർക്കിഷ് റൊട്ടി ഉണ്ട് അവരുടെ. കൊള്ളാം, എന്താ സൂപ്പറാണ് കേട്ടോ, ഫുഡ് കൊള്ളാം. ഫഗമായതുകൊണ്ടൊരു പ്രശ്നം, ഫഗ എനിക്കങ്ങനെ ഇഷ്ടമല്ല, അവന് ഇഷ്ടമാണ്. എനിക്ക് ഷവായൊക്കെയാണ് ഇഷ്ടം. ഷവായ പൊളിയാണ്. അപ്പം അങ്ങനെ കഴിച്ചൊക്കെ ഇരുന്ന് നൈസായിട്ട് പോകാനുള്ള പ്ലാനിങ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി ചോറ് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ്. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല ഫുഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാ ദിവസമൊന്നും ഇല്ലെങ്കിലും ആഴ്ച ഒരു ദിവസം ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ജോലി അടിക്കാറുണ്ട്. കാരണം നമ്മുടെ മീൻ പണി എന്ന് പറയുമ്പോൾ ഇല്ലേ, ഡെയിലി എന്ന് വെച്ചാൽ നാട്ടിലെന്ന് ലീവിന് അന്നേ നമുക്ക് ലീവുള്ളൂ. അല്ലാതെ ഒരു ദിവസം പോലും നമുക്ക് കടയടച്ചിടാൻ പറ്റില്ല. നമ്മുടെ പണീൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. കാരണം നമ്മൾ കടയടച്ചാലും കടക്കകത്ത് കയറി ഐസ് ചെയ്യണം, മീനിൻ്റെ പരിപാടി, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അറിയാവുന്നവർക്ക് മനസ്സിലാവും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ രാത്രി കടയടച്ച് ഒരു 12 മണിക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇതൊക്കെ മടക്കണം എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞു, നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നവനോട് എന്തിനാണ് മടക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ മടക്കി കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാട്ടാ. ഓക്കെ, ബൈ.